ഹായ് ഫ്രണ്ട്സ്, വെറൈറ്റി ഹോം മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു നാച്ചുറലായിട്ട് ഒരു താളിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ ചെമ്പരത്തി താളിയെ പറ്റിയൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു താളി നിങ്ങൾ അങ്ങനെ അധികം ആരും കേട്ടിട്ടുണ്ടായിരിക്കത്തില്ല. വളരെ കുറച്ച് ആളുകൾക്ക് അറിയായിരിക്കും, പക്ഷേ അധികം ആർക്കും അറിയത്തില്ല. യൂട്യൂബിൽ തന്നെ ഈ താളിയെ പറ്റി ആദ്യമായിട്ടായിരിക്കും ഇതിനെപ്പറ്റിയുള്ള അറിവ് വരുന്നത്. ഈ താളി നമുക്ക് ഡെയിലി യൂസ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇത് പണ്ടത്തെ അമ്മൂമ്മമാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു നാച്ചുറലായിട്ടുള്ള ഒരു താളിയാണ്. ഈ താളി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കർക്കിടക മാസമൊക്കെ അല്ലേ, അപ്പോൾ നാച്ചുറലായിട്ടൊരു താളി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇത് കണ്ടപ്പോൾ തന്നെ കുറച്ചെങ്കിലും ആളുകൾക്ക് ഇതെന്താണെന്ന് മനസ്സിലായി കാണും. ഇത് കുരുമുളകിൻ്റെ ചെടിയാണ്. ഇതാണ് ഇന്ന് നമ്മൾ താളി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഇല വേണമെങ്കിലും എടുക്കാം. ഞാനിതിൻ്റെ കുറച്ച് ഇലയും തണ്ടുമൊക്കെ ആയിട്ടൊന്ന് എടുക്കാൻ പോവാണ്. തണ്ട് എടുക്കുമ്പോൾ ഒരുവിധം കനമുള്ള തണ്ട് എടുത്താൽ നല്ലതായിരിക്കും. ഇതെടുത്തൊന്ന് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കാം. കുരുമുളകിൻ്റെ തണ്ടെല്ലാം ഞാനിവിടെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള തണ്ടുകളാണ് വേണ്ടത്. കുറച്ച് കനമുള്ളതും ഒരുപാട് കനം കുറഞ്ഞുള്ളതാവരുത്. കുറച്ച് കനമുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കനമില്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ എടുക്കാം. ഇതിൻ്റെ ഇലയും ഇതിൻ്റെ കൂടത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. നമ്മൾ ഇലയൊക്കെ വാട്ടത്തില്ലേ, അതുപോലെ ആ ഒരു പച്ചമയം ഒന്ന് കളഞ്ഞെടുക്കാം. ഞാൻ കാണിച്ചു തരാം. ഞാനിതിപ്പോൾ എല്ലാം കൂടെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. ഞാൻ ഗ്യാസിൽ തന്നെയാണ്. നിങ്ങൾക്ക് വിറകടുപ്പ് വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഓരോന്ന് വെച്ച് കാണിക്കുന്നതേ ഉള്ളൂ. എല്ലാം കൂടെ ഒന്നിച്ച് വെച്ച് വാട്ടിയെടുക്കാം. ഇപ്പം ഇതെല്ലാം വാട്ടിയെടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇപ്പം കരിഞ്ഞു പോവല്ല, ജസ്റ്റ് അതൊരു മയം വരുന്ന പോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് എന്തെങ്കിലും വെച്ചൊന്ന് ഇടിച്ച് ചതച്ചെടുക്കണം. നമുക്ക് ചതച്ചെടുത്തിട്ട് കാണിക്കാം. ഇതിപ്പം ചതച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മുടിയുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിൽ ഇതൊന്ന് അമക്കി ഞെരടിയെടുക്കണം. ഇത് ആദ്യം നമുക്ക് ഒരു വെള്ളം പോലെ തോന്നും, പക്ഷേ നമ്മൾ നല്ലപോലെ അത് ഞെരടിയെടുത്ത് കഴിഞ്ഞാൽ അതൊരു ജെൽ ഫോമിലോട്ട് മാറും. ഇപ്പം ചെറുതായിട്ടൊരു കളർ തന്നെ ഒന്ന് മാറ്റം മാറിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതനുസരിച്ച് അത് ആ വെള്ളം മാറിയിട്ട് അത് ഒരു ജെൽ ഫോമിലോട്ട് ആകും. ഇത് മുടിക്കൊക്കെ ഒരുപാട് നല്ലതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ആ വെള്ളത്തിൽ നിന്ന് ആ ടെൻഡൻസി മാറി കിട്ടിയിട്ടുണ്ട്. നിങ്ങളെപ്പോഴും ചെമ്പരത്തി താളിയെ പറ്റിയായിരിക്കും കേട്ടിരിക്കുന്നത്. ഇങ്ങനൊരു താളി അധികം ആരും കേൾക്കാൻ ചാൻസ് ഇല്ല. പണ്ടത്തെ അമ്മൂമ്മമാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു താളിയാണ് ഇതും. ഈ താളി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുരുമുളകിൻ്റെ തണ്ട് കിട്ടുവാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോഴേ നിങ്ങൾക്ക് കുറച്ച് ദിവസം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മുടിയുടെ ടെക്സ്ചറിൻ്റെ മാറ്റം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇത് ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ള ഒരു താളിയാണ്. അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഉള്ളവർക്കും ഈ താളി നല്ലതാണ്. നമ്മുടെ സ്കാൽപ്പിലുണ്ടാകുന്ന ഫംഗൽ ബാധയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ഹോം റെമഡി തന്നെയാണ് ഈ താളിയെ. നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താളി ഇവിടെ റെഡിയായിട്ടുണ്ട്. കുരുമുളക് വെച്ചൊരു പാക്ക് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കുന്നതാണ്. കുരുമുളകിൻ്റെ പാക്ക് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ അതിനൊരു പ്രത്യേക വീഡിയോ ചെയ്യുന്നതാണ്. കുരുമുളക് തന്നെ ഇത്രയും എഫക്റ്റീവ് ആകുമ്പോൾ അതിൻ്റെ തണ്ട് കൊണ്ടൊരു താളിയെന്ന് പറയുമ്പോൾ എത്രമാത്രം എഫക്റ്റീവുള്ള ഒരു താളിയാണെന്ന് നമുക്ക് ചിന്തിക്കാനുള്ളതല്ല ഉള്ളൂ. ഇതിൽ ഒരുപാട് വൈറ്റമിൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം. വീണ്ടും വേറൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.